സ്കൂളിൽ പഠിച്ച അക്ഷരങ്ങൾ വെറും ആശയവിനിമയത്തിന് മാത്രമല്ല, അതായത് നിങ്ങളുടെ സ്വന്തം ബയോളജി തന്നെ ഹാക്ക് ചെയ്യാനുള്ളൊരു ബ്ലൂ പ്രിന്റ് ആണെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വലിയ ചിന്തയാണ്. അല്ലേ? നമ്മളൊരു വാക്ക് കാണുന്നു, വായിക്കുന്നു, അതിനൊരു അർത്ഥം കൊടുക്കുന്നു. അതൊരു വളരെ സാധാരണ പ്രക്രിയയാണെന്നാണ് നമ്മൾ എപ്പോഴും കരുതുന്നത്. എന്നാൽ നിങ്ങൾ വായിക്കുന്ന ഓരോ വാക്കും കേവലം ഒരു വിവരമല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലെ അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകൾ തുറക്കാനുള്ളൊരു സീക്രട്ട് കോഡാണെങ്കിലോ? അതെ, അക്ഷരങ്ങളെ നമ്മളെപ്പോഴും പുറത്തേക്ക് ആശയങ്ങൾ കൈമാറാനുള്ള ഒരു ടൂളായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവ ഉള്ളിലേക്കുള്ള, നമ്മുടെ തന്നെ ആന്തരിക ലോകത്തേക്കുള്ള വഴികാട്ടികളാകാം. കൃത്യമായി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക്, വിശദമായ അന്വേഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്: മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ വികാസം, അതായത് ഗ്രോത്ത് ഓഫ് കോൺഷ്യസ്നസ്. ശരിയാണ്. ഇതിലൂടെ സാധ്യമാകുന്ന വ്യക്തിപരമായ പരിവർത്തനം എന്താണെന്ന് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിനായി ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വളരെ വ്യത്യസ്തമായ രണ്ട് വിവരസ്രോതസ്സുകളാണ്. ഒന്ന്, ഷെയ്ഖ് സയ്യിദ് അലവി അൻസാരിയുടെ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ദ ആൽഫബറ്റ് ഓഫ് കോൺഷ്യസ്നസ്. രണ്ടാമത്തേത്, തികച്ചും ആധുനികമായ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ദ ക്വാണ്ടം ജേർണി ടു ഹയർ കോൺഷ്യസ്നസ്. ശരിക്കും ഒറ്റനോട്ടത്തിൽ ഇവ രണ്ടും പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണെന്ന് തോന്നാം. അതെ, സത്യം. കാരണം ഒന്ന് പൗരാണികമായ അറബി അക്ഷരങ്ങളെയും ഖുർആൻ വായനയെയും കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്ന് ആധുനിക കാലത്തെ ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ചും. അതാണിതിലെ ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്നത്. ഈ പൗരാണികമായ അക്ഷരങ്ങളും ആധുനിക ക്വാണ്ടം ഫിസിക്സും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലോ, നിങ്ങളുടെ നിത്യജീവിതത്തെ, നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന എന്ത് ബന്ധമാണ് ഇവ തമ്മിലുള്ളത് എന്നാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. വളരെ രസകരമായ ഒരു യാത്രയായിരിക്കും ഇത്. അതെ. ഓക്കെ, നമുക്ക് ഷെയ്ഖ് അൻസാരിയുടെ വായനാ രീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വില്യം സി ചിറ്റിക്കിനെ പോലുള്ള പ്രശസ്തരായ ആളുകൾ ഈ വിഷയങ്ങളെ സമീപിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അൻസാരിയുടെ രീതിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും ആ വ്യത്യാസം? അതായത് വില്യം സി ചിറ്റിക്കിനെ പോലുള്ളവർ വളരെ അക്കാദമികമായ ഒരു ശൈലിയാണ് പിന്തുടരുന്നത്. അവർ സൂഫി ആശയങ്ങളെ ചരിത്രപരമായും ദാർശനികമായും ഒക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ഓഹോ, ഒരു പുറംകാഴ്ചക്കാരന്റെ നിരീക്ഷണങ്ങൾ പോലെയാണല്ലേ? അതെ, കൃത്യമായി. അവർ അതിനെപ്പറ്റി പഠിക്കുന്നു, എഴുതുന്നു, അത്രമാത്രം. എന്നാൽ ഷെയ്ഖ് അൻസാരിയുടെ സമീപനം അതല്ല. അദ്ദേഹം അക്ഷരങ്ങളെ കേവലം പഠിക്കാനുള്ള ചിഹ്നങ്ങളായല്ല കാണുന്നത്. പിന്നെങ്ങനെയാണ്? മറിച്ച് മനുഷ്യന്റെ ആന്തരിക പരിവർത്തനത്തിനുള്ള, അതായത് നിങ്ങളുടെ ഇന്നർ ട്രാൻസ്ഫോർമേഷനുള്ള നേരിട്ടുള്ള ഉപകരണങ്ങളായാണ് അദ്ദേഹം അവയെ ഉപയോഗിക്കുന്നത്. വാവ്! എനിക്ക് തോന്നുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്ഷൻ കീ പോലെയോ അല്ലെങ്കിൽ പാസ്വേഡ് പോലെയോ ആണെന്നാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ ടെൻഷനുകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം വല്ലാതെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള, ആകെ കുഴഞ്ഞു മറിഞ്ഞ ഡേറ്റ പോലെയാണ്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അൻസാരി അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നു. വളരെ നല്ലൊരു ഉദാഹരണമാണത്. അക്ഷരങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്കും അവിടെ നിന്ന് നേരിട്ട് ബോധത്തിലേക്കുമുള്ളൊരു യാത്രയാണിത്. ഉദാഹരണത്തിന് അബ് എന്നൊരു പദമുണ്ട്. എബി അല്ലേ? അതെ. സാധാരണഗതിയിൽ നമ്മൾ അതിനെ പിതാവ് എന്ന അർത്ഥത്തിലെടുക്കും. എന്നാൽ അൻസാരി വിശദീകരിക്കുന്നത് അത് ഇബ്രാഹിം നബിയുടെ ആത്മീയ അവസ്ഥയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് എന്നാണ്. അതുപോലെ തജ്ദീദ് എന്ന പദം, അത് വെറുമൊരു വാക്കല്ല. അതായത് നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയാണോ? ഏകദേശം അത് തന്നെ. പക്ഷേ ഇത് ആത്മാവിന്റെ അപ്ഡേഷനാണ്. നമ്മുടെ ഉള്ളിലെ വിജ്ഞാനങ്ങളെ, അറിവുകളെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് തജ്ദീദ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി. പഴയ കാര്യങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കാതെ നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെ. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കുറച്ചുകൂടി ഡീപ്പാവുന്നത്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ തുറാബ്, അതുപോലെ തീൻ എന്നീ പദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിലെ ആ പദങ്ങൾ. സാധാരണയായി നമ്മൾ ഇതിന് മണ്ണ്, കളിമണ്ണ് എന്നൊക്കെയാണല്ലോ പരിഭാഷപ്പെടുത്താറുള്ളത്. എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും. നമ്മൾ മണ്ണിനെ എങ്ങനെയാണ് കാണുന്നത്? സാധാരണയായി ചവിട്ടിമെതിക്കപ്പെടുന്ന ഒന്നായിട്ടാണല്ലേ? എന്നാൽ
പാരമ്പര്യമായി അക്ഷരാർത്ഥത്തിൽ മാത്രം കണ്ടിരുന്ന ഈ വാക്കുകളെ അദ്ദേഹം വളരെ ഉയർന്ന മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തുറാബ് എന്നത് വെറും മണ്ണല്ല, അത് മനുഷ്യന്റെ പുരോഗതിക്ക്, അതായത് തർബീയത്തിന് സാധ്യതയുള്ള ഒരവസ്ഥയാണ്. ഓ, അത് ശരി. അതായത് നമ്മൾ വെറുമൊരു ഭൗതിക ശരീരം മാത്രമല്ല. മണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ വിത്തുകൾ പാകിയാൽ അത് മുളക്കും. വളരാനുള്ള ഒരു വലിയ സാധ്യത ആ മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നർത്ഥം. അതെ, കൃത്യമായി ചേർത്തു. ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് കഷ്ടപ്പാടുകളുണ്ടാകാം. ആളുകൾ നിങ്ങളെ വല്ലാതെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഒരു മണ്ണ് ഇതൊക്കെ ഏറ്റുവാങ്ങി വളമാക്കുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ വളരാനുള്ള, മാറാനുള്ള ഒരു അപാരമായ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വാക്കാണത്. വാവ്, അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. അപ്പോ ഈ തീൻ എന്ന പദമെടുത്താലോ? അതൊന്നുകൂടി ആഴത്തിലുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന യഥാർത്ഥ സത്തയെ, അഥവാ നൂനിനെയാണ് സൂചിപ്പിക്കുന്നത്. എസൻസ് എന്ന് പറയാം. അപ്പോ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും കാണേണ്ടത് ഒരു സാധ്യതയായിട്ടാണ്, അല്ലാതെ ഒരു പരിമിതിയായിട്ടല്ല എന്ന് സാരം. ഈ അക്ഷരങ്ങൾ കൂട്ടിവെച്ചുള്ള വായന എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വളർച്ചയാണ് എന്നിപ്പോ വ്യക്തമായി. ഇതിൽ അബ്ജദ് അക്ഷരങ്ങളുടെ ക്രമത്തെ മനുഷ്യന്റെ ആത്മീയ യാത്രയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഈ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതൊരു മനോഹരമായ യാത്രയാണ്. മനുഷ്യബുദ്ധി എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നതിന്റെ ഒരു മാപ്പാണ് അക്ഷരക്രമം. അത് തുടങ്ങുന്നത് ഹവയിൽ നിന്നാണ്. ഹവ എന്ന് പറഞ്ഞാൽ? ഹവ എന്നാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഈഗോ. ഈ ഹവ എനിക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വാട്സാപ്പ് ഫാമിലി ഗ്രൂപ്പുകളിൽ ഒരു കാര്യവുമില്ലാത്ത വിഷയങ്ങളിൽ കയറി തർക്കിക്കാറില്ലേ? ഞാൻ പറയുന്നതാണ് ശരി, എനിക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു വാശി. അതാണോ ഈ ഹവ അല്ലെങ്കിൽ ഈഗോ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. സ്വന്തം ആഗ്രഹങ്ങളുടെയും വാശികളുടെയും വളരെ ഇടുങ്ങിയ ഒരു ലോകമാണത്. അവിടെ നിന്നും മനുഷ്യൻ വളർന്ന് ഹുവയിലേക്കെത്തണം. ഹുവ? അതെ, ഹുവ എന്നത് ദൈവിക സത്തയാണ്. ഈ ഈഗോ ഇല്ലാതാകുന്ന അവസ്ഥ. പക്ഷേ അവിടെയും അവസാനിക്കുന്നില്ല. വീണ്ടും അവിടെ നിന്ന് കലമുലൂടെ മനുഷ്യൻ ദൈവീക സംസാരമായ കലാമുല്ലാഹിയിലേക്ക് എത്തിച്ചേരുന്നു. ഓഹോ, അതായത് സ്വന്തം ഈഗോയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ വിശാലമായ ബോധത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ വളരണം എന്ന് ഈ അക്ഷരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ഇതൊരു ആന്തരിക പരിവർത്തനത്തിന്റെ ടൂളാണെന്ന് പറയുന്നത്. ഇതൊരു ഗംഭീരമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ യാത്രയുടെ അവസാനത്തിൽ എന്ത് സംഭവിക്കും? ഇതിൽ ഹത്ത എന്നൊരു പദത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇതൊരു യാത്രയുടെ അവസാനമാണോ? ഒരിക്കലുമല്ല. ഷെയ്ഖ് അൻസാരി ഹത്ത എന്ന പദത്തെ പുനർനിർവചിക്കുന്നത് അവിടെയാണ്. അതൊരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് പഴയ അറിവുകളും പഴയ ഭാരങ്ങളും പൂർണ്ണമായും ഇറക്കിവെച്ച് തികച്ചും പുതിയൊരു യാത്രയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണത്. ഈ പഴയ ഭാരം ഇറക്കി വെക്കുക എന്ന് പറയുന്നത് കേൾക്കാൻ എന്താ പറയാ, വളരെ എളുപ്പമാണ്. ഒരു ഇൻസ്റ്റഗ്രാം മോട്ടിവേഷൻ കോട്ട് വായിക്കുന്ന സുഖമുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, നമ്മളെല്ലാവരും പഴയകാലത്തെ ഓർമ്മകളും ആളുകൾ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളും മുൻവിധികളും കുറ്റബോധങ്ങളും ഒക്കെ തലയിലേറ്റിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ ബോസ് പറഞ്ഞ വഴക്കിന്റെ ഭാരം, ട്രാഫിക്കിലെ ദേഷ്യം, ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഇറക്കി വെക്കാൻ പറ്റുക? ഭൗതികമായ ഈ ലോകത്ത് ഇതെങ്ങനെ വർക്ക് ചെയ്യും? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ആശയങ്ങളെ പ്രാക്ടിക്കലായി എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് പോകണം. അവിടെയാണ് ആധുനിക ശാസ്ത്രം, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സ് കടന്നുവരുന്നത്. ഓഹോ, നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയൽ അല്ലേ? അതെ, ഷെയ്ഖ് അൻസാരി അക്ഷരങ്ങളിലൂടെ പറഞ്ഞ അതേ ആന്തരിക മാറ്റത്തെ ഉന്നത ബോധതലത്തിലേക്കുള്ള ഒരു ക്വാണ്ടം പ്രയാണമായി നമ്മുടെ രണ്ടാമത്തെ സ്രോതസ് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. അതെ, ദ ക്വാണ്ടം ജേർണി ടു ഹയർ കോൺഷ്യസ്നസ്. ഈ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ അതിൽ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായൊരു ചിന്തയോടെയാണ്. മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം കേവലം നിലനിൽപ്പല്ല എന്ന്. ശരിയാണ്. അതായത് സർവൈവൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അതിനപ്പുറം നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയുന്ന ഉന്നത ബോധതലത്തിലേക്കുള്ള യാത്രയാണ് ജീവിതമെന്ന് അവർ പറയുന്നു. തീർച്ചയായും. സാധാരണയായി നമ്മൾ ജീവിക്കുന്നത് ഒരു സർവൈവൽ മോഡിലാണ്.
അവിടെ നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മുടെ അഹംഭാവത്തിലൂടെയാണ്, അതായത് നമ്മുടെ ആ പഴയ ഈഗോയിലൂടെയാണ്. കൂടെ ഭയവും മുൻവിധികളുമുണ്ട്. ഇതൊക്കെയാണ് നാം നേരത്തെ പറഞ്ഞ ആ പഴയ ഭാരങ്ങൾ. അതെ, മനസ്സിലായി. ഇത് ഉള്ളതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും നമ്മൾ വളരെ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യും. ചിന്തിക്കാതെ തന്നെ പ്രതികരിക്കും. പെട്ടെന്നുള്ള റിയാക്ഷൻ, അതെ. ട്രാഫിക്കിൽ ഒരാൾ നമ്മുടെ വണ്ടി കുറുകെ ഇട്ടാൽ ഉടനെ നമ്മൾ ഹോൺ അടിക്കുന്നു, എന്തെങ്കിലും വിളിച്ചു പറയുന്നു. ഓഫീസിൽ ആരെങ്കിലും നമ്മളെ വിമർശിച്ചാൽ ഉടനെ നമ്മൾ തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണിത് സംഭവിക്കുന്നതല്ലേ? ഇതിനെയാണ് വൈകാരികമായ അടിമത്വം എന്ന് വിളിക്കുന്നത്. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാകുന്നു. വാവ്, അതൊരു നല്ല പോയിന്റാണ്. എന്നാൽ നിങ്ങളുടെ ബോധതലം ഉയരുമ്പോൾ ഈ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു. പകരം നിങ്ങൾ കാര്യങ്ങളെ ശാന്തമായി നിരീക്ഷിക്കുകയും ബോധപൂർവം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. റെസ്പോൺസിലേക്കുള്ള ഈ മാറ്റം വളരെ വലുതാണ്. പക്ഷേ ഇവിടെ പറയുന്ന ക്വാണ്ടം ഫീൽഡ് എന്ന കൺസെപ്റ്റ് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കുറച്ചു ബുദ്ധിമുട്ട് തോന്നി. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിന്റെ ഒരു മഹാസമുദ്രമാണെന്നും നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഈ ഊർജത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ശരിയാണോ? അതെ. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ കാണുന്ന ഭൗതിക ലോകം മുഴുവൻ അടിസ്ഥാനപരമായി ഊർജം മാത്രമാണെന്നാണ്. അതിനെയാണ് നമ്മൾ ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കുന്നത്. നിങ്ങളും ഞാനും ഈ കാണുന്ന മേശയുമെല്ലാം അടിസ്ഥാനപരമായി ഊർജമാണ്. നിങ്ങളുടെ ബോധതലം ഉയരുമ്പോൾ നിങ്ങൾ ഈ അഹംഭാവത്തിന്റെ, ഈഗോയുടെ ഇടുങ്ങിയ ലോകത്ത് നിന്ന് പുറത്തു കടന്ന് ഈ വലിയ ഊർജ സ്രോതസ്സുമായി നേരിട്ട് കണക്റ്റാകുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇടപെടട്ടെ. എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. ട്രാഫിക്കിൽ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാളോട് ഞാൻ ഹോൺ അടിക്കാതെ ശാന്തമായി റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ അനന്തമായ ക്വാണ്ടം ഫീൽഡുമായി കണക്റ്റ് ആവുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. ഒരു സാധാരണ ട്രാഫിക് പ്രശ്നവും പ്രപഞ്ചത്തിന്റെ ക്വാണ്ടം ഫീൽഡും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതൊരു വലിയ ലീപ്പായി എനിക്ക് തോന്നുന്നു. അതൊരു വളരെ സ്വാഭാവികമായ സംശയമാണ്. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എന്നെ അപമാനിച്ചു, എന്റെ വഴി മുടക്കി എന്ന ചിന്തയിൽ നിന്നാണല്ലേ? അതെ, ഉറപ്പായും. അവിടെ ഞാൻ എന്ന ഈഗോ ബാക്കിയുള്ളവരിൽ നിന്നും നിങ്ങളെ എപ്പോഴും വേർതിരിച്ചു നിർത്തുകയാണ്. ഈഗോ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു മതിൽ പോലെയാണ്. ആ മതിലുള്ളിടത്തോളം കാലം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. എന്നാൽ എപ്പോൾ നിങ്ങൾ ആ ദേഷ്യം ഉപേക്ഷിച്ച് ശാന്തമായി പ്രതികരിക്കുന്നുവോ, അവിടെ ആ നിമിഷം നിങ്ങളുടെ ഈഗോയുടെ മതിൽ തകരുകയാണ്. ഓ, അപ്പോൾ ആ മതില് തകരുമ്പോൾ ഞാൻ ചുറ്റുമുള്ളതിലേക്ക് ലയിക്കുന്നു എന്നാണോ? കൃത്യമായി. ഈഗോ ഇല്ലാതാകുമ്പോൾ ഞാൻ, മറ്റുള്ളവർ എന്ന പരിമിതമായ ചിന്ത മാറി ഈ പ്രപഞ്ചത്തിലെ ഉയർന്ന ഊർജ്ജനിലയുമായി നിങ്ങളുടെ ആന്തരിക ഊർജം ഐക്യപ്പെടുന്നു. ഇതിനെയാണ് വണ്ണസ് അഥവാ ഏകത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വണ്ണസ്, അതെ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒന്നാണെന്ന തിരിച്ചറിവ്. അവിടെ ഭയമില്ല, ദേഷ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു നിമിഷത്തെ പ്രതികരണം മാറ്റുന്നത് നിങ്ങളെ ക്വാണ്ടം ഫീൽഡുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. വാവ്, അതൊരു ഗംഭീരമായ കാഴ്ചപ്പാടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളിലൂടെ തുടങ്ങിയ യാത്ര സ്വന്തം ഹവ അഥവാ ഈഗോയെ മാറ്റിവെക്കുന്നതിലൂടെ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം എത്തുന്ന അവസ്ഥയിലേക്ക് വളരുന്നതെങ്ങനെയെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. ശരിയാണ്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശത്തേക്ക് വരാം. മനസ്സിന്റെ സന്തുലിതാവസ്ഥയും ശരീരത്തിന്റെ സ്വയം സുഖപ്പെടുത്തലും, അതായത് സെൽഫ് ഹീലിംഗ്. മനസ്സ് ഈ ഉന്നത ബോധതലത്തിലെത്തുമ്പോൾ നമ്മുടെ ഭൗതിക ശരീരത്തിനെന്താണ് സംഭവിക്കുന്നത്? അതിശയകരമായ മാറ്റങ്ങളാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ സമചിത്തത, ആന്തരിക ശാന്തത വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല. മനസ്സ് ശാന്തമാവുകയും ഉയർന്ന ഊർജ്ജനിലയിൽ എത്തുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും സ്വയം സുഖപ്പെടുത്താനുള്ള, അതായത് സെൽഫ് ഹീലിംഗിനുള്ള അപാരമായ ശേഷി കൈവരുന്നു എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ വീണ്ടും ഒന്ന് ഇടപെടുകയാണ്. ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ഉറങ്ങാൻ പറ്റും, ടെൻഷൻ കുറയും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ജനറ്റിക്കായി ലഭിച്ച അസ്വാസ്ഥ്യങ്ങളെ, അതായത് ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻസിനെ വരെ മറികടക്കാൻ കഴിയുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. വെറുമൊരു സമാധാനം കൊണ്ട് നമ്മുടെ ജനറ്റിക്സിനെ മാറ്റിയെഴുതാൻ പറ്റുമോ? സയന്റിഫിക്കായി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നല്ല ചോദ്യമാണ്. ഇതൊരു മാജിക് അല്ല,
പ്യുവർ ബയോളജി തന്നെയാണ്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ഈഗോയിലും ഭയത്തിലും സ്ട്രെസ്സിലും നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ പഴയ ഹവയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ശരീരം നിരന്തരം കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. കോർട്ടിസോൾ, അതെ. അതായത് ശരീരത്തിൽ എപ്പോഴും ഒരു അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെ അല്ലേ? അതെ. അങ്ങനെ അലാം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റവും കോശങ്ങളുടെ റിപ്പയറിങ്ങുമെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. കാരണം ശരീരത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ എമർജൻസിയെ നേരിടാനാണ്. എന്നാൽ നിങ്ങൾ ആ ഈഗോ വിട്ട് ഇക്വിലിബ്രിയം എന്ന സന്തുലിതാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ അലാം ഓഫാകുന്നു. ഓ, അപ്പോൾ ശരീരം അതിന്റെ സാധാരണ വർക്കിലേക്ക്, അതായത് സെൽഫ് മെയിന്റനൻസിലേക്ക് തിരിച്ചു പോകുമല്ലേ? കൃത്യമായി. മനസ്സ് പൂർണ്ണമായും ശാന്തമാകുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവികമായ ഇന്റലിജൻസ് ഉണരുകയും കോശങ്ങളുടെ പുനരുജ്ജീവനം വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. ഇതിനെ എപ്പിജെനറ്റിക്സ് എന്നും പറയുന്നുണ്ട്. എപ്പിജെനറ്റിക്സ്, ശരി. നമ്മുടെ ചിന്തകൾക്കും മാനസികാവസ്ഥയ്ക്കും നമ്മുടെ ജീനുകളെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുമെന്ന് ശാസ്ത്രമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ തന്നെ വെറും ഇരകളായി, ജെനറ്റിക്സിന്റെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ അടിമകളായി കാണേണ്ടതില്ല. ഈ ഇക്വിലിബ്രിയം എന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും അതുതന്നെയാണ്. അതെ. സാഹചര്യങ്ങൾ മൂലമോ മറ്റോ നമുക്ക് ലഭിച്ചിട്ടുള്ള പഴയ ആ പ്രോഗ്രാമുകളിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി പുറത്തു കടന്ന് അചഞ്ചലമായ ഒരു ശാന്തതയിലേക്ക് എത്തുന്ന അവസ്ഥ. അതെ. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും നിങ്ങളുടെ സമനില തെറ്റാത്ത അവസ്ഥയാണിത്. നിങ്ങൾ പുറത്തു നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇരയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. വിക്ടിം മെന്റാലിറ്റി അവിടെ അവസാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളുടെ അടിമകളാണ്. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ നമ്മൾ ഭയങ്കരമായി സന്തോഷിക്കും. ഒന്ന് വിമർശിച്ചാൽ നമ്മൾ പൂർണ്ണമായും തകർന്നുപോകും. പക്ഷേ ഈ ഇക്വിലിബ്രിയം എന്ന അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചുപിടിക്കുകയാണ്. നമ്മുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാകുന്നു. ഇതിന്റെ ഗുണങ്ങൾ വളരെ വ്യക്തമാണല്ലേ? തീർച്ചയായും. ഒന്ന്, അനാവശ്യമായ ഉത്കണ്ഠകളിൽ നിന്നും നമ്മളെ തളർത്തുന്ന ചിന്താക്കുഴപ്പങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണമായ മോചനം. 2, നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. അതിനേക്കാളൊക്കെ ഉപരിയായി മറ്റുള്ളവരോടുള്ള വിദ്വേഷം പൂർണ്ണമായും ഇല്ലാതാവുകയും സ്വാഭാവികമായ കരുണയും സ്നേഹവും ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്യുന്നു. കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാവരുമായുള്ള ആ ഏകത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതെ. എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരാളോട് എങ്ങനെയാണ് വെറുപ്പ് തോന്നുക? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യപ്പെടാൻ പറ്റുമോ? തീർച്ചയായുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഒരൊറ്റ ബിന്ദുവിലേക്ക് ചുരുങ്ങുകയാണ്. ഷെയ്ഖ് അൻസാരിയുടെ അക്ഷരങ്ങളുടെ ഡീക്രിപ്ഷൻ മുതൽ ക്വാണ്ടം ഫീൽഡിലെ ഇക്വിലിബ്രിയം വരെ. അതെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ബോധതലത്തെ ഉണർത്തുക എന്നത് എവിടെയോ ഇരുന്ന് ചെയ്യേണ്ട വെറുമൊരു തത്വശാസ്ത്രമല്ല. അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ആരംഭിച്ച് നിങ്ങളുടെ പഴയ അഹംഭാവങ്ങളെ ഉപേക്ഷിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ക്വാണ്ടം താളത്തിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന തികച്ചും പ്രായോഗികമായ ഒന്നാണിത്. അതെ, അതൊരു യഥാർത്ഥ പരിവർത്തനമാണ്. രോഗാവസ്ഥകളിൽ നിന്ന് സ്വയം സുഖപ്പെടുത്തലിലേക്കും പരിമിതികളിൽ നിന്ന് അനന്തമായ സാധ്യതകളിലേക്കുമുള്ള യാത്രയാണത്. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതിതാണ്: അടുത്ത തവണ നിങ്ങളൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മുന്നിലുള്ളത് വെറുമൊരു പ്രശ്നമല്ല, മറിച്ച് പെട്ടെന്നുള്ളൊരു റിയാക്ഷന് പകരം ഒരു നിമിഷം നിന്ന് നിരീക്ഷിച്ച് വിവേകത്തോടെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോധതലത്തെ ഉയർത്താനുള്ള ഒരു സുവർണ അവസരമാണ്. വളരെ ശരിയാണ്. ആ ഒരൊറ്റ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഈഗോയുടെ മതിൽ തകർത്ത് പ്രപഞ്ചത്തിന്റെ വലിയ ക്വാണ്ടം ഫീൽഡുമായി കണക്റ്റ് ആവുകയാണ്. ആ അലാം ഓഫ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യുകയാണ്. അതെ, ആ മാറ്റം പുറത്തുനിന്നല്ല, നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. കൃത്യം. എന്തായാലും ഈ വിശദമായ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കായി ഞാനൊരു ചോദ്യം കൂടി ബാക്കി വയ്ക്കാം. നമ്മുടെ ഉയർന്ന ബോധതലത്തിനും ആന്തരിക ശാന്തതയ്ക്കും നമ്മുടെ സ്വന്തം ശരീരത്തിലെ കോശങ്ങളെപ്പോലും മാറ്റാനും സ്വയം സുഖപ്പെടുത്താനും കഴിയുമല്ലോ. എങ്കിൽ നമ്മളിലെല്ലാവരും, ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യരും,
ഒരേ സമയം ഈ സന്തുലിതാവസ്ഥയിൽ ആ ഒരു പെർഫെക്റ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? വാവ്, അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ ഫിസിക്കൽ ലോകത്തിന് യാഥാർത്ഥ്യത്തിന് എന്ത് സംഭവിക്കും? അത് ഈ പ്രപഞ്ചത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചോദ്യം അവിടെ തന്നെ നിൽക്കട്ടെ. ശ്രോതാക്കൾ അത് സ്വയം അന്വേഷിക്കട്ടെ. അതെ, ഈ ആഴത്തിലുള്ള പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് എല്ലാവർക്കും നന്ദി. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.